ക്യൂസ് 2024 പഠന ഭാഗമായ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 11 ഭാഗം 1. ചോദ്യം 1. ലൂക്കാ സുവിശേഷം 11 അധ്യായത്തിന്റെ ആരംഭത്തിൽ യേശുവിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് ആര്? ഉത്തരം ശിഷ്യന്മാരിൽ ഒരുവൻ. ചോദ്യം 2. ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന യേശുവിന്റെ അടുത്ത് വന്ന് ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞത് എന്ത്? ഉത്തരം കർത്താവെ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ചോദ്യം 3. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അരുളി ചെയ്ത ആദ്യത്തെ പ്രാർത്ഥനാ വചനം ഏത്? ഉത്തരം പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ചോദ്യം 4. യേശു പഠിപ്പിച്ച പ്രാർത്ഥന വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത്? ഉത്തരം വിശുദ്ധ ലൂക്കാ സുവിശേഷം 11 അധ്യായം 1 മുതൽ 4 വരെ. ചോദ്യം 5. നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രി ചെന്ന് അവനോട് എന്ത് പറയുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരുക. സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. എന്ത് കാരണത്താലാണ് അവൻ വായ്പ ചോദിക്കുന്നത് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം ഒരു സ്നേഹിതൻ യാത്രാമധ്യേ അവന്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ ഒന്നുമില്ല. ചോദ്യം 7. 3 അപ്പം വായ്പ ചോദിച്ചു വരുന്ന സ്നേഹിതനോട് അകത്തു നിന്ന് അവന്റെ സ്നേഹിതൻ പറയുന്നത് എന്ത്? ഉത്തരം എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. ചോദ്യം 8. സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ എപ്രകാരം അവന് വേണ്ടത് നൽകും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ചോദ്യം 9. പൂരിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ചോദ്യം 10. പൂരിപ്പിക്കുക. അന്വേഷിക്കുവിൻ, നിങ്ങൾ ഡാഷ് ഉത്തരം കണ്ടെത്തും. ചോദ്യം 11. പൂരിപ്പിക്കുക. ഡാഷ് നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഉത്തരം മുട്ടുവിൻ. ചോദ്യം 12. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും എന്ന് യേശു പറയുന്നതിന് കാരണമെന്ത്? ഉത്തരം ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. ചോദ്യം 13. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും എന്ന് യേശു പറയുന്നതിന് കാരണമെന്ത്? ഉത്തരം അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. ചോദ്യം 14. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് യേശു പറഞ്ഞതിന്റെ കാരണമെന്ത്? ഉത്തരം മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ചോദ്യം 15. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം എന്ത് കൊടുക്കുക എന്ന് യേശു ചോദിക്കുന്നത്? ഉത്തരം പാമ്പിനെ കൊടുക്കുക. ചോദ്യം 16. മുട്ട ചോദിച്ചാൽ പകരം നിങ്ങൾ എന്ത് കൊടുക്കുമോ എന്നാണ് യേശു ചോദിക്കുന്നത്? ഉത്തരം തേളിനെ. ചോദ്യം 17. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ എപ്രകാരമുള്ള നിങ്ങൾക്ക് അറിയാമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം ദുഷ്ടരായ. ചോദ്യം 18. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എന്ത് നൽകുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം എത്രയധികമായി പരിശുദ്ധാത്മാവിനെ. ചോദ്യം 19. യേശു എപ്രകാരമുള്ള ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു? ഉത്തരം ഊമനായ. ചോദ്യം 20. പിശാച് പുറത്തു പോയപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ട്? ഉത്തരം ആ ഊമൻ സംസാരിച്ചതുകൊണ്ട്. ചോദ്യം 21. പിശാചിന്റെ തലവൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഉത്തരം ബേൽസെബൂൽ. ചോദ്യം 22. യേശു എപ്രകാരം പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു എന്നാണ് ജനങ്ങളിൽ ചിലർ പറഞ്ഞത്? ഉത്തരം പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട്. ചോദ്യം 23. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാനായി അവനോട് ആവശ്യപ്പെട്ടത് എന്ത്? ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം. ചോദ്യം 24. ജനങ്ങളുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് യേശു പറഞ്ഞത് എന്ത്? ഉത്തരം അന്തഃഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള ഭവനവും വീണുപോകും. ചോദ്യം 25. ആര് തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും എന്നാണ് യേശു ചോദിക്കുന്നത്? ഉത്തരം സാത്താൻ. ചോദ്യം 26. നിങ്ങൾ എന്ത് പറയുന്നു എന്നാണ് യേശു ജനങ്ങളെ കുറിച്ച് പറയുന്നത്? ഉത്തരം യേശു ബേൽസെബൂലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു. ചോദ്യം 27. ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ
ആര് നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കുമെന്നാണ് യേശു ജനങ്ങളോട് പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ പുത്രന്മാർ. ചോദ്യം 28. എങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ. ചോദ്യം 29. എപ്രകാരം കൊട്ടാരത്തിലെ വസ്തുക്കൾ സുരക്ഷിതമാണ് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ. ചോദ്യം 30. കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന ശക്തനെ ആര് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: കൂടുതൽ ശക്തനായ ഒരുവൻ. ചോദ്യം 31. കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നവനെ കൂടുതൽ ശക്തനായ ഒരുവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. ചോദ്യം 32. ആര് തനിക്ക് എതിരാണ് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: എന്നോട് കൂടെ അല്ലാത്തവൻ. ചോദ്യം 33. ആര് ചിതറിച്ചു കളയുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ. ചോദ്യം 34. ആശ്വാസം കണ്ടെത്താതെ വരുമ്പോൾ അശുദ്ധാത്മാവ് എന്ത് പറയുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. ചോദ്യം 35. അശുദ്ധാത്മാവ് തിരിച്ചു ചെല്ലുമ്പോൾ ആ വീട് എപ്രകാരമുള്ളതായി കാണപ്പെടുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി. 36. തിരിച്ചു വരുമ്പോൾ അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്ന വീട്ടിൽ അവൻ എപ്രകാരം പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന്. ചോദ്യം 37. തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി ആത്മാവ് തിരിച്ച് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആ മനുഷ്യന്റെ സ്ഥിതി എപ്രകാരമായി തീരുന്നു? ഉത്തരം: ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. ചോദ്യം 38. യേശു അശുദ്ധാത്മാവിന്റെ തിരിച്ചു വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചത്തിൽ അവനോട് പറഞ്ഞത് ആര്? ഉത്തരം: ഒരു സ്ത്രീ. ചോദ്യം 39. അശുദ്ധാത്മാവിന്റെ തിരിച്ചു വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ യേശുവിനോട് വിളിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം: നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ചോദ്യം 40. ആരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ. ചോദ്യം 41. ഒരുവനെ വിട്ടുപോകുന്ന അശുദ്ധാത്മാവ് എപ്രകാരം അലഞ്ഞു നടക്കും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: പ്രാർത്ഥനയുടെ ശക്തി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിന്റെ ആരംഭത്തിൽ നിങ്ങളിൽ ഒരുവന് ആരുണ്ടെന്നിരിക്കട്ടെ എന്നാണ് യേശു അവരോട് പറയുന്നത്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുമല്ലോ. നന്ദി.